ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഞാനുണ്ടാക്കുന്ന ചില്ലി ചിക്കൻ. അതിനായിട്ട് ഞാനിവിടെ 2 കിലോയിൽ കൂടുതലുണ്ട് ഈ ചിക്കൻ. ബോൺലെസ് അല്ല, എല്ലോടുകൂടി തന്നെ എടുത്തതാണ്, ചെറിയ പീസാക്കി എടുത്തതാണ്. ഇതിനെ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഈ തവിക്കകത്താണ് എൻ്റെ കണക്ക്. അതിന് 2 തവി മൈദയാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. പിന്നെ 4 തവി കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഒരു കണക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഈ ചിക്കൻ ഇത്രയും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞു പരിപാടി നടക്കുന്നു. അപ്പോൾ ചില്ലി ചിക്കൻ വെക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ എടുത്ത് കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ 4 തവി കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിടണം. അപ്പോൾ ഉപ്പ് കൂടി പോകരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഗ്രേവിയിൽ നമ്മൾ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇടുമല്ലോ. അപ്പോൾ കഴിയുന്നതും വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ചിട്ടിട്ടുണ്ട്, ഒരു 2-3 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും ചിക്കനുള്ളത് കൊണ്ടാണ്. പിന്നെ അതിനകത്തേക്ക് ഇടുന്നത് മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത പൊടിയാണ്. അതൊരു 5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഈ സമയത്ത് കളർ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കളർ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. കളർ ചേർക്കുവാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇവിടെ തന്നെ ചതച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടുന്നത് വെള്ള വിനാഗിരിയാണ്. അത് ഞാൻ ഈ തവിക്ക് 1 തവി ഒഴിച്ചിട്ടുണ്ട്. ഇതിന് പകരം നാരങ്ങാ നീരാണെങ്കിൽ 2 നാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി. പിന്നെ സോയാ സോസും അതും 1 തവി ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണാണ് ആ തവിയുടെ കണക്ക്. പിന്നെ ടൊമാറ്റോ സോസ്, അതിന് 2 തവി ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 കോഴിമുട്ടയുടെ വെള്ളയാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ റെഡ് ഇട്ടിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. റെഡും കൂടെ ഇടുകയാണെങ്കിൽ അതും ടേസ്റ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ഇനി ഇതിനെല്ലാത്തിനും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാൻ ഒരു സാധനം മറന്നുപോയി, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. അതൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പെരട്ടി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതിന് വേണ്ടുന്നതൊക്കെ നമുക്ക് ഒരുക്കി വെക്കാം. ആദ്യം നമുക്ക് അതിനൊരു കോൺ സ്റ്റാർച്ച് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. എന്നിട്ടൊരു 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയിലായിട്ട് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ലൂസാക്കി വെക്കാം. പെട്ടെന്ന് ഇത് അലിഞ്ഞ് ചേരുന്നതാണല്ലോ കോൺഫ്ലവർ. നന്നായിട്ട് ഇളക്കി അത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറിയാക്കുന്ന സമയത്ത് എല്ലാ സ്പീഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ സമയത്ത് ഇളക്കാനൊന്നും പോവണ്ടല്ലോ. അപ്പോൾ കോൺ സ്റ്റാർച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിന് വേണ്ടി ഒരു സോസിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3-4 സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ഗ്രേവി ആക്കാൻ വേണ്ടുന്നതാണ്. ആദ്യം സോയാ സോസാണ് ഒഴിക്കുന്നത്. അത് ഈ തവിക്ക് 2 തവി ഒഴിക്കുകയാണ്. നമ്മുടെ ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളിത് കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത്രയും തന്നെ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. 2 തവി ഒഴിക്കുന്നുണ്ട്. പിന്നെ ചില്ലി സോസാണ്, അതും 1 തവിയെ ഒഴിക്കുന്നുണ്ട്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വിനാഗിരി 1 തവി ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൂസാക്കാം. നമുക്ക് ഗ്രേവി ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് തന്നെ വേണം കറിയാക്കാനും എടുക്കാൻ. സൺഫ്ലവർ ഓയിലാണ് ചില്ലി ചിക്കൻ വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം, ലോ, ഹൈ അങ്ങനെ മാറി ഇട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ ഉൾഭാഗം വേഗം വേണം. നമ്മൾ ഗ്രേവി ആയിക്കഴിഞ്ഞാൽ അധികം സമയം നമ്മളിട്ട് തിളപ്പിക്കാനൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് വറുത്തെടുത്തിട്ട് വരാവേ. ഈ സമയം കൊണ്ട് ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു 6 സവോള എടുത്തിട്ടുണ്ട്, 2 കാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 10 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ സ്പ്രിങ് ഒനിയൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് സ്പ്രിങ് ഒനിയൻ ഇല്ല കേട്ടോ. അതുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും.
അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഒപ്പിച്ചതാണിത്. അപ്പോൾ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രം മാറ്റി കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വറുത്ത എണ്ണ തന്നെയാണ്, അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ചിപ്പോൾ ഒഴിക്കുന്നുള്ളൂ, വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. എണ്ണ നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞായിരിക്കണം. ഞാൻ വെളുത്തുള്ളി 2 വലിയ തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും അത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 കഷ്ണങ്ങളോളം ഉണ്ടാകും വെളുത്തുള്ളി. ഇറച്ചി കൂടുതലുള്ളതുകൊണ്ടാണ് അത്രയും കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇതിനകത്തേക്കിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് 15 കഷ്ണം തന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് ചൂടായി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞ പച്ചമുളക്. ഈ സമയത്ത് തന്നെ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്നും ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ പച്ചമുളക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് സവോള അരിയുന്നതിന് ഒരു പ്രത്യേക രീതിയാണല്ലോ. അതായത് ഇതുപോലെ ഇതിനെ ഞാൻ ഒരു 4 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഇതളുകളാക്കി ഇങ്ങനെ എടുത്തതാണ്. ഓരോന്നും അടർത്തി എടുത്തതാണ്. അപ്പോൾ ഇത് ഒരു 6 സവോള അരിഞ്ഞെടുത്തതുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് അതേപോലെ തന്നെ 2 ക്യാപ്സിക്കം ഗ്രീൻ കളർ തന്നെ എടുത്തിരിക്കുന്നത്. വേറെ കളറൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. പല കളർ കിട്ടുവാണെങ്കിൽ അതും ഒരു കളർഫുള്ളായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ ഇനി ഈ സവോളയെ നമുക്ക് അതിനകത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ട്രാൻസ്പെറൻറ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ആ സമയത്ത് ഇടുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതിനകത്ത് കാണുന്നില്ല. പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പം അതിന് ആ ഒരു മധുരവും ആ പുളിയും ഒക്കെ കൂടെ വരുമ്പോഴുള്ള ചില്ലി ചിക്കനെ ഒന്ന് നമ്മളെ എല്ലാ കറികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതാണല്ലോ, അതിൻ്റെ സോസിൻ്റെ ടേസ്റ്റും മധുരവും ഉപ്പും എല്ലാം കൂടി. അപ്പോൾ അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാപ്സിക്കം ഉപ്പൊക്കെ വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ. ഗ്രേവി ആയിക്കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തൊക്കെ ഇട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാപ്സിക്കവും സവോളയും ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി വെന്തുടയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. സവോളയും ക്യാപ്സിക്കവും ഒക്കെ ഇങ്ങനെ തന്നെ കിടക്കണം ചില്ലി ചിക്കനകത്ത്. അത് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. ഇതിനകത്തേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മളെല്ലാം നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വഴറ്റിക്കഴിഞ്ഞ് നമ്മൾ ഓരോന്നും എടുക്കാൻ പോകണം. ഓരോ സോസായിട്ട് നമ്മൾ ഓരോന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഇതാകുമ്പോൾ പെട്ടെന്നാണ്, എല്ലാം മിക്സ് ചെയ്തിരിക്കുകയല്ലേ. ഇതിപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് പച്ചവെള്ളം ഒഴിക്കരുത്, ഇച്ചിരി ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി ആകാൻ വേണ്ടി. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാനാണ്. എനിക്കിത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെയാണ് ഇന്നിവിടെ കഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്നു. അതതിനകത്ത് കിടന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഈ സോസും ഈ സവോളയും എല്ലാം കൂടി ഒന്ന് വെന്ത് ഒന്ന് മിക്സായി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് നല്ല ഇതൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വറുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഈ പാത്രം ഫില്ലായി ഇത് വന്നപ്പോഴത്തേക്കും. മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതി വെച്ചിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കുകയാണ്, ഒഴിച്ചു കൊടുക്കുകയാണ്.
അത് ആവശ്യമുള്ള അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് പെട്ടെന്നൊരു തിക്കായി പോകും നമ്മുടെ ഗ്രേവി. അപ്പം അതിനനുസരിച്ച് വേണം നമ്മളത് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാനത് മുഴുവനും ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതല്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ഗ്രേവി, ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പ്രിങ് ഒനിയൻ്റെ ലീഫ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നും പിള്ളേരെല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പം ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.